ഓൺലൈൻ മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നാം ഫ്രെഡ് വെസ്റ്റ്, റോസ് വെസ്റ്റ് ദമ്പതികളുടെ വികൃത മനോഭാവത്തെക്കുറിച്ചും അവരുടെ രക്തദാഹത്തെക്കുറിച്ചും സംസാരിച്ചിരുന്നു. പാപബോധമോ പ്രായശ്ചിത്തത്തിന്റെ മനോഭാവമോ ഒരിക്കലും ഇല്ലാതിരുന്ന ഇവർ എത്രത്തോളം ദുഷ്ടരായിരുന്നു എന്ന് കാണിക്കുന്ന ഉദാഹരണമാണ് 1972 നായിനിയായ കെറോളിന്മേൽ നടന്ന അതിക്രമവും ക്രൂരതയും. ഇവരുടെ വീട്ടിനടുത്ത് താമസിച്ചിരുന്ന 17 വയസ്സുകാരിയായ കെറോളിനെ ഫ്രെഡും റോസും അവരുടെ വീട്ടിൽ നായിനിയായി നിയമിച്ചു. അതായത് മക്കളെ നോക്കിക്കൊള്ളാനുള്ള ഉത്തരവാദിത്വം അവൾക്ക് നൽകി. അവൾ വീട്ടിൽ തന്നെ ജോലി ചെയ്ത് താമസിക്കണം. വീടിന് പുറത്തേക്ക് വരെ എവിടെയും പോകാൻ പാടില്ല. ഇതായിരുന്നു അവരുടെ നിയമം. വീട്ടിൽ നിന്ന് അകലം പാലിച്ച് താമസിക്കുന്നത് കെറോളിന് ഇഷ്ടമായിരുന്നില്ല. എന്നാൽ ദരിദ്രയായിരുന്ന അവൾ ശമ്പളം ആശിച്ച് അതിന് സമ്മതിച്ചു. അവർ യഥാർത്ഥത്തിൽ എങ്ങനെയുള്ളവർ എന്ന് അവൾക്ക് ആദ്യം അറിയില്ലായിരുന്നു. അറിയാമായിരുന്നുവെങ്കിൽ ഒരു കാരണവശാലും അവൾ ആ വീട്ടിലേക്ക് വരുമായിരുന്നില്ല. വീട്ടിലെത്തിയ ഉടൻ തന്നെ ഒന്നൊന്നായി കാര്യങ്ങൾ അവൾക്ക് മനസ്സിലാകാൻ തുടങ്ങി. അവൾ കുട്ടികളെ നോക്കി തുടങ്ങിയപ്പോൾ ഫ്രെഡ് അവളോട് വിചിത്രമായി പെരുമാറി തുടങ്ങി. അവൻ അവളുടെ അടുത്ത് ലൈംഗിക വിഷയങ്ങളെക്കുറിച്ച് തുറന്ന് ലജ്ജയില്ലാതെ സംസാരിക്കാൻ തുടങ്ങി. നല്ല കുടുംബത്തിൽ ജനിച്ചിരുന്ന കെറോളിനക്ക് ഇതൊന്നും ഇഷ്ടമായിരുന്നില്ല. ഒരു ദിവസം റോസും ഫ്രെഡും ഇരുവരും കൂടി അവളോട് പറഞ്ഞു, നിന്നെ ഇവിടെ കൊണ്ടുവന്നത് കുട്ടികളെ നോക്കിക്കൊള്ളാൻ മാത്രമല്ല, ഞങ്ങളുടെ ചില സുഹൃത്തുക്കളെ സന്തോഷിപ്പിക്കാനും ഞങ്ങളെ തൃപ്തിപ്പെടുത്താനും നീ തയ്യാറായിരിക്കണം. അവരുടെ വാക്കുകളുടെ യഥാർത്ഥ അർത്ഥം കെറോളിനക്ക് മനസ്സിലായില്ല. ഫ്രെഡും റോസ് വെസ്റ്റും വീട്ടിനുള്ളിൽ തന്നെയാണ് മറ്റാർക്കും അറിയാത്ത വിധം വഞ്ചനാപരമായ കാര്യങ്ങൾ ആരംഭിച്ചത്. കറുത്ത വർഗക്കാരായ സമ്പന്നരെയും ബിസിനസ്മാൻമാരെയും ഫ്രെഡും റോസും അവരുടെ വീട്ടിൽ ഉണ്ടായിരുന്ന കെറോളിനെയും മറ്റു നായിനികളെയും ഓഫർ ചെയ്യുകയായിരുന്നു. ഇത് കെറോളിനക്ക് ഒരിക്കലും ഇഷ്ടമായിരുന്നില്ല. ഒരു ദിവസം അവൾ എതിർത്ത് നിൽക്കുമ്പോൾ ഫ്രെഡ് അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, നീ എന്റെ ഭാര്യക്കും എനിക്കും സന്തോഷം നൽകണം. എന്റെ ഭാര്യക്ക് നീ വളരെ ഇഷ്ടമായി. അവളുടെ കാരണത്താലാണ് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തത്. നിനക്ക് വേണ്ടെന്ന് തോന്നിയാലും എനിക്കതിൽ പ്രശ്നമില്ല. നിന്നെപ്പോലെ 100 കണക്കിന് പെൺകുട്ടികളുടെ രുചി ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ നിന്നെപ്പോലെ എതിർത്തവരായ നിരവധി സുന്ദരികളെ ഞാൻ ശബ്ദമില്ലാതെ കൊന്നുകളഞ്ഞിട്ടുമുണ്ട്. നിന്നെയും അവർ ഉള്ള സ്ഥലത്തേക്ക് അയക്കുന്നത് എനിക്ക് വലിയ കാര്യമല്ല. ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്നത് അനുസരിക്കണം. അവൻ ബലമായി ഭീഷണിപ്പെടുത്തിയെങ്കിലും കെറോളിന ഉറച്ചു പറഞ്ഞു, ഞാൻ ഒരിക്കലും നിങ്ങളെപ്പോലെ ജീവിക്കില്ല. അപ്പോഴാണ് റോസും ഫ്രെഡും ഒരുമിച്ച് അവളുടെ മേൽ ബലാത്സംഗവും ക്രൂരമായ ആക്രമണവും തുടങ്ങിയത്. കെറോളിന എങ്ങനെയോ അവിടെ നിന്ന് രക്ഷപ്പെട്ട് വീട്ടിലെത്തി. അവൾ വീട്ടിലെത്തിയ കാര്യം അറിഞ്ഞപ്പോൾ ഫ്രെഡും റോസും അവളുടെ വീട്ടിലെത്തി, ഞങ്ങൾ തമാശക്ക് മാത്രമാണ് പറഞ്ഞത്. ഞങ്ങളിൽ നിന്ന് വല്ല തെറ്റ് വന്നു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് നടിച്ചു കെറോളിനയോട് ക്ഷമ ചോദിച്ചു. അവരുടെ വാക്കുകൾ കേട്ട് കെറോളിന വിശ്വസിച്ചു. അടുത്ത ദിവസം അവർ വീണ്ടും അവളെ വീട്ടിലേക്ക് ക്ഷണിച്ചപ്പോൾ അവൾ സമ്മതിച്ച് അവരുടെ കാറിൽ കയറി. വഴിമധ്യേ റോസ് കെറോളിനയുടെ ശരീരത്തിൽ വിചിത്രമായി കൈവച്ച് ലൈംഗികമായി മുതലെടുക്കാൻ ശ്രമിച്ചു. കെറോളിന ഉടനെ എതിർത്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ തന്നെ കാറിനുള്ളിൽ റോസ് അവളുടെ എല്ലാ വസ്ത്രങ്ങളും ബലമായി കീറി നശിപ്പിക്കാൻ ശ്രമിച്ചു. കാറോടിച്ചു കൊണ്ടിരുന്ന ഫ്രെഡ് വാഹനം രാത്രിയിൽ വഴിയോരത്ത് നിർത്തി മൃഗീയമായി കെറോളിനയെ ആക്രമിക്കാൻ തുടങ്ങി. നമ്മുടെ വാക്ക് കേൾക്കാത്ത പക്ഷം നിന്നെ തീർച്ചയായും കൊല്ലും. ഞങ്ങൾ പറയുന്നതിനനുസരിച്ചാൽ മാത്രമേ നിന്റെ ജീവൻ രക്ഷപ്പെടുകയുള്ളൂ. ഇല്ലെങ്കിൽ ശ്മശാനത്തിലേക്ക് പോകേണ്ടി വരുമെന്ന് ഭീഷണിപ്പെടുത്തി. ഇതിനിടെ റോസ് അവളുടെ വസ്ത്രങ്ങളും ഉൾവസ്ത്രങ്ങളും കീറി അവളുടെ സ്വകാര്യ ഭാഗങ്ങളിൽ വായിട്ട് ചുംബിച്ച് കടിച്ചു മുറിക്കാൻ തുടങ്ങി. റോസ് ഒരു ബൈസെക്ഷുവൽ ആയിരുന്നു. അവൾക്ക് പുരുഷന്മാരോടൊപ്പം യുവതികളോടും വികൃതമായ മോഹമുണ്ടായിരുന്നു എന്നതിന് ഇതിലും വലിയ ഉദാഹരണം വേണ്ട. ആ രാത്രി വികൃത ദമ്പതികളായ ഫ്രെഡ് വെസ്റ്റിന്റെയും റോസ് വെസ്റ്റിന്റെയും പീഡനത്തിൽ നിന്ന് കെറോളിൻ വലിയ പ്രയാസത്തോടെ രക്ഷപ്പെട്ട് പോലീസിൽ പരാതി നൽകി. അവളുടെ പരാതിയെ തുടർന്ന് ബലാത്സംഗം, ഭീഷണി, കൊലശ്രമം, ബലമായ വേഷവൃത്തി പ്രോത്സാഹനം തുടങ്ങിയ ഗുരുതരമായ കുറ്റങ്ങൾക്ക് ഫ്രെഡിനെയും റോസിനെയും അറസ്റ്റ് ചെയ്തു. എന്നാൽ വിചാരണ സമയത്ത് എല്ലാവരുടെ മുമ്പിൽ വെച്ച് താൻ നേരിട്ട ലൈംഗിക പീഡനവും അപമാനവും വിശദമായി പറയാൻ കെറോളിൻ മടിച്ചതിനാൽ പല കുറ്റങ്ങളും തെളിവില്ലെന്ന് പറഞ്ഞ് ഫ്രെഡിന്റെയും റോസ് വെസ്റ്റിന്റെയും മേൽ ചുമത്തപ്പെട്ട പല കുറ്റങ്ങളും തെളിവില്ലാത്തതിനാൽ അത് കള്ളമാണെന്ന് പറഞ്ഞ് അവർക്ക് ജാമ്യം ലഭിച്ചു. 1973 അവർ വീണ്ടും സ്വതന്ത്രരായി പുറത്തു വന്നു. ഇത് കേട്ട കെറോളിൻ താൻ ഇത്രയും പീഡനം അനുഭവിച്ചിട്ടും നിയമം അവരെ ശിക്ഷിച്ചില്ലെന്നറിഞ്ഞപ്പോൾ ആത്മഹത്യക്ക് ശ്രമിച്ചു. അവൾ രക്ഷപ്പെട്ടെങ്കിലും അവസാനം 61
31 വയസ്സിൽ ക്യാൻസർ മൂലം മരിച്ചു. എന്നാൽ ഈ വിചിത്ര ദമ്പതികളുടെ കഥ അവിടെ അവസാനിച്ചില്ല. തുടർന്ന് അവർ അവരുടെ ക്രൂരത തുടരുകയും നിരവധി യുവതികൾക്ക് അവരുടെ പിടിയിൽപ്പെട്ട് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. പാവം കെറോളിൻ മക്കളെ നോക്കാനായി വന്ന് അവരുടെ പീഡനത്തിൽ നിന്ന് ജീവിതം തന്നെ നരകതുല്യമായിരുന്നു. അതിന് കുറച്ചു കാലം മുമ്പ് മറ്റൊരു നായിനി ഫ്രെഡിന്റെ പീഡനത്തിന് ഇരയായി കൊല്ലപ്പെട്ടിരുന്നു. അവൾ 19 വയസ്സുള്ള സ്കോട്ട്ലാൻഡുകാരിയായിരുന്ന ആൻ മക്ഫോൾ എന്ന യുവതിയായിരുന്നു. അവളെയും ഫ്രെഡ് തന്റെ ആദ്യ ഭാര്യയായ കാത്തറിന്റെ കുട്ടികളെ നോക്കാനായി വീട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നു. ആ സമയം റോസ് ഫ്രെഡിന്റെ ഭാര്യയായിരുന്നില്ല. ആനിനൊപ്പം അവൻ ശാരീരിക ബന്ധം സ്ഥാപിച്ച് ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്തിരുന്നു. പഠനം കഴിഞ്ഞ ശേഷം ആൻ ഗ്ലാസ്ഗോയിലെ ഒരു നൈറ്റ് വെയർ ഫാക്ടറിയിൽ ജോലി ചെയ്തു. 1966 ചില സുഹൃത്തുക്കളോടൊപ്പം ഗ്ലാസ്ഗർ മേഖലയിലേക്ക് മാറി. അവിടെ ഫ്രെഡിന്റെ വീട്ടിൽ താമസിച്ചു. ചില കാലം അവൾ ഫ്രെഡിന്റെ ജീവിതസഖിയായി ജീവിച്ചു. പിന്നീട് അവളെ കാണാതാവുകയും ചെയ്തു. ഫ്രെഡിന്റെ വീട്ടിൽ നിന്ന് അല്പം ദൂരെയുള്ള സ്ഥലത്ത് അവളുടെ ശവം കണ്ടെത്തി. എന്നാൽ അവളുടെ ശരീരത്തിലെ പല അവയവങ്ങളും എല്ലുകളും വിരലുകളും എല്ലാം കാണാതായിരുന്നു. അവൾ മരിക്കുന്നതിന് മുമ്പ് ഗർഭിണിയായിരുന്നു. ആ കുട്ടിയുടെ അച്ഛൻ ഫ്രെഡ് ആണ് എന്ന് പറയപ്പെടുന്നു. അവളെ എപ്പോൾ, എന്തിന്, എങ്ങനെ കൊന്നു എന്നത് ഇന്നും വ്യക്തമല്ല. ആന്റെ കൊലപാതകത്തിന് ശേഷം ഫ്രെഡ് തന്റെ ആദ്യ ഭാര്യയായ കാത്തറീനെയും കൊന്നു. ഫ്രെഡിന്റെയും കാത്തറിന്റെയും മകളായിരുന്ന ഷാർമേനെ റോസ് എങ്ങനെയാണ് കൊന്നത് എന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്തതാണ്. കെറോളിന്റെ കേസ് വിചാരണ കഴിഞ്ഞ 3 മാസങ്ങൾക്ക് ശേഷം ഫ്രെഡ് വെസ്റ്റും റോസ് വെസ്റ്റും ചേർന്ന് അവരുടെ ആദ്യ കൊലപാതകം നടത്തി. അതിനിരയായത് ലിൻഡോഗോഫ് എന്ന 19 വയസ്സുകാരിയായിരുന്നു. ഇവളും കെറോളിനെ പോലെ തന്നെ ഫ്രെഡ് വെസ്റ്റിന്റെ വീട്ടിൽ നായിനിയായി ജോലി ചെയ്തു. ഗ്ലാസ്ഗറിൽ കുടുംബത്തോടൊപ്പം താമസിച്ചിരുന്ന അവൾ പ്രൈമറി പഠനം കഴിഞ്ഞ ശേഷം ഒരു പ്രൈവറ്റ് സ്കൂളിൽ ടീച്ചറായിരുന്നു. പിന്നീട് അവൾ ഫ്രെഡിന്റെയും റോസിന്റെയും വീട്ടിലെത്തി കുട്ടികളെ നോക്കാനായി തുടങ്ങി. അവിടെ പോലും ഫ്രെഡിന്റെയും റോസ് വെസ്റ്റിന്റെയും ഉത്തരവ് പ്രകാരം ചില പുരുഷന്മാരോടൊപ്പം വീട്ടിനുള്ളിൽ തന്നെ വേശ്യാവൃത്തി ചെയ്യാൻ അവളെ നിർബന്ധിച്ചു. 1973 ഏപ്രിൽ 19 ലിൻഡോഗോഫും കാണാതായി. അവളുടെ മാതാപിതാക്കൾ മിസ്സിംഗ് പരാതി നൽകിയപ്പോൾ അന്വേഷണം ആരംഭിച്ചു. ക്രോംവെൽ സ്ട്രീറ്റിലെ ഒരു കാർ ഗാരേജിനടുത്ത് നടത്തിയ ഖനനത്തിൽ അവളുടെ കീറിമുറിഞ്ഞ മൃതദേഹത്തിന്റെ ഭാഗങ്ങൾ കണ്ടെത്തി. മറ്റു മൃതദേഹങ്ങളെ പോലെ തന്നെയായിരുന്നു ഇതും. അവൾ എന്തുകൊണ്ട് മരിച്ചു, എപ്പോൾ കൊല്ലപ്പെട്ടു എന്നൊന്നും വ്യക്തമായി തെളിഞ്ഞിട്ടില്ല. ഇതിനുശേഷം കെറോൾ ആൻ കൂപ്പർ, ലൂസി പാർട്ടിംഗ്ടൺ, തെരേസ, ഷിർലി ഹബ്ബർഡ്, ജുവാനിറ്റ മോഡ്, ഷിർലി ആനി റോബിൻസൺ, അലിസൺ ചേംബേഴ്സ് തുടങ്ങി നിരനിരയായി പല യുവതികളുടെയും കൊലപാതകങ്ങൾ നടന്നു. 1966 മുതൽ 1992 വരെ ഇവരുടെ രക്തദാഹം തുടരുകയുണ്ടായി. ഔദ്യോഗികമായി 12 മുതൽ 13 വരെ കൊന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അനധികൃതമായി അതിലും കൂടുതൽ പേരെ കൊന്നിരിക്കാൻ സാധ്യതയുണ്ടെന്ന് കരുതപ്പെടുന്നു. പലരുടെ മൃതദേഹങ്ങളും ഒരിക്കലും കണ്ടെത്താനായിട്ടില്ല. 1987 സ്വന്തം മകൾ ഹീദർ വെസ്റ്റിനെ കൊന്നുവെന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. കാരണം എന്തെന്നാൽ വീട്ടിനുള്ളിൽ നടന്നുകൊണ്ടിരുന്ന പീഡനങ്ങളും വേശ്യാവൃത്തി വ്യാപാരവും സഹിക്കാൻ കഴിയാത്ത ഹീദർ പലവട്ടം മാതാപിതാക്കൾക്ക് മുന്നറിയിപ്പ് നൽകി. ഈ കാര്യങ്ങൾ പുറത്ത് ആരോടെങ്കിലും പറയുമോ എന്ന് ഭയന്ന് സ്വന്തം മകളാണെന്ന് പോലും നോക്കാതെ അവർ അവളെ കൊന്നുകളഞ്ഞു. ഇവരുടെ ഈ നരനായാട്ട് പുറത്തറിഞ്ഞതും അപ്രതീക്ഷിതമായ രീതിയിലായിരുന്നു. 1992 ഒരു ദിവസം ഫ്രെഡ് വെസ്റ്റിന്റെ 13-കാരിയായ മകൾ ലൂയിസ് സ്വന്തം അച്ഛന്റെ ലൈംഗിക പീഡനത്തിന് ഇരയായി. അവൾ കരഞ്ഞുകൊണ്ട് അമ്മയായ റോസിനോട് പറഞ്ഞപ്പോൾ അമ്മയായി അതിൽ അല്പം പോലും വേദനിക്കാതെ അത്ര തന്നെയല്ലേ, നിനക്കത് സഹിക്കാമെന്ന് റോസ് പറഞ്ഞുവെന്നാണ് പറയപ്പെടുന്നത്. തുടർന്ന് പലവട്ടം ഫ്രെഡിൽ നിന്നും പീഡനമേറ്റ ലൂയിസ് താൻ മിണ്ടാതിരിക്കുന്നത് തെറ്റാണെന്ന് കരുതി ധൈര്യത്തോടെ സംഭവങ്ങൾ ഒരു സുഹൃത്തിനോട് പറഞ്ഞു. ആ സുഹൃത്ത് തന്റെ അമ്മയോട് പറഞ്ഞപ്പോൾ അവർ അത് ഉടൻ പോലീസിനെ അറിയിച്ചു. അങ്ങനെ ഫ്രെഡിനെയും റോസിനെയും പോലീസുകാർ അറസ്റ്റ് ചെയ്തു. ചോദ്യം ചെയ്യലിനിടെ അവർ ചെയ്ത പല പാപകൃത്യങ്ങളും വെളിപ്പെട്ടു. വീട്ടിലും പരിസരത്തും നടത്തിയ അന്വേഷണത്തിൽ 12 മൃതദേഹങ്ങൾ ഭയാനകാവസ്ഥയിൽ കണ്ടെത്തി. എല്ലാ തെളിവുകളും ശേഖരിച്ച ശേഷം കോടതി ഇരുവരെയും വിചാരണയ്ക്ക് വിധേയമാക്കി. 2 പേർക്കും വധശിക്ഷ വിധിച്ചു. 1995 ജനുവരിയിൽ ജയിലിൽ കഴിയുമ്പോൾ ഫ്രെഡ് വെസ്റ്റ് ആത്മഹത്യ ചെയ്തു. ജീവിച്ചിരിക്കുമ്പോൾ ക്രൂരതയും പീഡനവും കൊലപാതകവുമെല്ലാം ചെയ്ത ആളായിരുന്നുവെങ്കിലും ജയിലിലെത്തി താൻ നല്ലയാളായിരുന്നു എന്നതുപോലെ ആത്മഹത്യാ കുറിപ്പെഴുതി ആത്മഹത്യ ചെയ്തത് ഏറെ പരിഹാസ്യകരമാണ്. ആ കുറിപ്പിൽ അവൻ ഭാര്യയായ റോസിനെയും മക്കളായ സ്റ്റീവ്, മേ എന്നിവരെയും പരാമർശിച്ചിരുന്നു. പ്രിയപ്പെട്ട റോസ്, നിനക്ക് 41 വയസ്സാണെങ്കിലും നീ ഇന്നും സുന്ദരി
സഹോദരിയാണ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം നിന്നെ കണ്ടതായിരുന്നു. നമ്മളെന്നും ഒന്നായിരിക്കണം. ഞാൻ നിന്നെ കാത്തിരിക്കുന്നു എന്നായിരുന്നു ആ കുറിപ്പിന്റെ സാരാംശം. പോലീസുകാർ ആ കുറിപ്പ് പിന്നീട് റോസിന് കൈമാറി. ഫ്രെഡിന് റോസിനോട് അതീവ ഇഷ്ടമുണ്ടായിരുന്നുവെന്നത് ഇതിൽ നിന്നും വ്യക്തമാണ്. ഇന്നും റോസ് വെസ്റ്റ് ജയിലിലാണ്. അവൾ സ്ഥിരമായി ഞാൻ ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ല, ആരെയും കൊന്നിട്ടില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ഈ റോസിനെ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഇംഗ്ലണ്ടിലെ വെസ്റ്റ്യാർക്ക് ഷെയറിലേക്ക് പോകണം. സ്വന്തം മകളെ തന്നെ കൊന്ന ക്രൂര അമ്മ ഇന്നും ജീവിച്ചിരിക്കുകയാണ്. ഇവർക്ക് മനുഷ്യർ നൽകുന്ന ശിക്ഷ ചെറുതാണ്. വിധി നൽകുന്ന ശിക്ഷ തന്നെയാണ് അന്തിമവും ഭീകരവുമായത്. ഇതാണ് ആ ബ്രിട്ടീഷ് ദമ്പതികളുടെ കഥ. ഈ വിചിത്രമായ കേസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.